സുദേച്ചി, സ്ഥലമെത്തി, ഇറങ്ങണ്ടേ? എന്തൊരു ഉറക്ക ഇത്! നിന്നുറങ്ങുന്ന ആൾക്കാരെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നേ. 2 ബസ് മാറിക്കയറിയിട്ട് വേണം ഇവർക്ക് ഇരുവർക്കും ജോലിക്ക് സമയത്ത് വരാനും പോകാനും. ക്ഷീണം കൊണ്ട് കണ്ണടഞ്ഞു പോകുന്നതാണെന്നറിയാം. എന്നാലും ബസ് കമ്പിയിൽ തൂങ്ങി സീറ്റിലേക്ക് ചാരുന്നെന്നുറങ്ങുന്ന സുദേച്ചിയുടെ ചിത്രം തെല്ലൊന്നുമല്ല എന്നെ ചിരിപ്പിച്ചത്. എന്നെപ്പോലെ പുലർച്ചെ എഴുന്നേൽക്കുന്നതാണ് അവരും. വാദസംബന്ധമായ ബുദ്ധിമുട്ടുകളും കാൽമുട്ടിലെ നീരും വെച്ച് നിൽക്കാനും നടക്കാനും ബുദ്ധിമുട്ടുള്ളത് കാര്യമാക്കാതെ തൂപ്പുജോലിക്ക് പോയി 2 മക്കളെ പൊന്നുപോലെ വളർത്തുന്നു. ചേച്ചിയുടെ 2ാമത്തെ പ്രസവ ശുശ്രൂഷയ്ക്ക് വന്ന അനിയത്തിയെയും കൂട്ടി തന്നെയും ആഴ്ചകൾ മാത്രം പ്രായമുള്ള പിഞ്ചു കുഞ്ഞിനെയും ഉപേക്ഷിച്ചു പോയ ഭർത്താവിനെ ഓർത്ത് ഒരിക്കലും സുദേച്ചി സങ്കടപ്പെടുന്നത് കണ്ടിട്ടില്ല. പക്ഷേ കേൾവിക്കുറവോടെയും സംസാരശേഷിയില്ലാതെയും ജനിച്ച മകളെപ്പറ്റിയും അവളുടെ ഭാവിയെപ്പറ്റിയും പറയുമ്പോൾ മിഴികളിൽ ചോരവരമ്പുകൾ കുങ്കുമരാശിയോട് തെളിയും. തൊണ്ടയിടറി അക്ഷരങ്ങൾ ചിതറുമ്പോൾ കരയാതിരിക്കാൻ അവർ ചുണ്ടു കൂട്ടുപിടിക്കും. തൃശ്ശൂരിലെ സിറ്റി സെൻട്രൽ ക്ലീനിംഗ് ജോലിക്ക് പോകുന്ന സുദേച്ചിയുടെ നാട്ടുകാരനും KSRTCയിൽ കണ്ടക്ടറുമായ മനോജാണ് എൻ്റെ ഭർത്താവ്. ടൗണിലെ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലിയുള്ള ഞാനും അവരും വർഷങ്ങളായി ജോലിക്ക് വരുന്നതും പോകുന്നതും ഒരുമിച്ചാണ്. സ്വന്തം കൂടപ്പിറപ്പിനെ പോലെയാണ് സുദേച്ചിക്ക് എന്നോടുള്ള കരുതലും സ്നേഹവും. അത് കണ്ട് എൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരിയെന്നാണ് മനോജേട്ടനും കളിയാക്കുന്നത്. തൻ്റെ തോളിൽ തട്ടിയും കുലുക്കിയും ഉണർത്താൻ ശ്രമിക്കുന്ന സ്ത്രീയെ പരിചിതമല്ലാത്ത ഏതോ ഒരു ലോകത്തിൽ അകപ്പെട്ട പോലെ ഉറക്കഭ്രാന്തിൽ തറച്ചു നോക്കി നിൽക്കുന്ന സുദേച്ചിയുടെ കയ്യിലൊന്ന് നുള്ളിയിറങ്ങാൻ ആവശ്യപ്പെട്ട് ഞാൻ ബസ്സിൽ നിന്നും ചാടി ഇറങ്ങി. നിമിഷങ്ങൾക്കുള്ളിൽ സ്ഥലകാലബോധം വീണ്ടെടുത്ത് താഴെ കമ്പിയിൽ ചാരി വെച്ചിരുന്ന ബിഗ് ഷോപ്പറും തൂക്കിയെടുത്ത് സാരിയുടെ ഞൊറികൾ ഇടത് കൈകൊണ്ട് ഉയർത്തിപ്പിടിച്ച് എൻ്റെ പുറകെ അവരും ചാടിയിറങ്ങി. ഇന്നലെ കുറച്ച് പലഹാരത്തിൻ്റെ പണി കിട്ടിയിരുന്നു ഗീതു. അതുകൊണ്ട് രാത്രി ആകെ 2 മണിക്കൂറാണ് ഉറങ്ങിയത്. വീട്ടിലേക്കുള്ള പഞ്ചായത്ത് ഇടവഴിയിലേക്ക് നടന്നു നീങ്ങുന്നതിനിടയിൽ സുദേച്ചി പറഞ്ഞത് കേട്ട് ഞാനൊന്ന് വെറുതെ മൂളി. ഇന്നലെ സനുവിനെയും ഭാര്യേനെയും കണ്ടല്ലോ. രാത്രി തന്നെ മടങ്ങിപ്പോയോ അവർ? അതോ വീട്ടിലുണ്ടോ? മനോജേട്ടൻ്റെ അനിയനും ഭാര്യ വിദ്യയും ഇന്നലെ വീട്ടിൽ വന്നിരുന്നു. അതേക്കുറിച്ചാണ് സുദേച്ചി ചോദിക്കുന്നത്. അവരിന്നലെ രാത്രി ഊണൊക്കെ കഴിഞ്ഞാ പോയത് ചേച്ചി. അമ്മയെ കണ്ടിട്ടും കുറേ ആഴ്ചയായല്ലോ, അതാ കാണാൻ വന്നത്. കുറച്ചു ദിവസം നിൽക്കാൻ അമ്മ അവരുടെ കൂടെ പോയി. എന്നെ വിവാഹം കഴിച്ചുകൊണ്ട് വരുമ്പോൾ മനോജേട്ടൻ്റെ അനിയൻ സനുവും പെങ്ങൾ സംഗീതയും പഠിക്കുകയായിരുന്നു. 2 പേരുടെയും വിവാഹവും അതിനുശേഷമുള്ള കാര്യങ്ങളുമെല്ലാം ഗംഭീരമായി മൂത്ത സഹോദരനായ മനോജാണ് ഉത്തരവാദിത്തത്തിൽ നിന്ന് നടത്തിയത്. വിവാഹം കഴിഞ്ഞ് 1 വർഷമായപ്പോൾ വീട് മാറണമെന്ന ആവശ്യവുമായി അവരെത്തി. എറണാകുളത്ത് ഏതോ കൂട്ടുകാരുമൊത്ത് പാർട്ട്ണർഷിപ്പിൽ ബിസിനസ് ചെയ്യുകയാണ് സനു. അവിടെ തന്നെ അടുത്ത് തന്നെയാണ് വീട് നോക്കിയതും. അനിയനെയും അനിയത്തെയും നല്ല നിലയ്ക്ക് പഠിപ്പിച്ചതും അവർക്ക് ചേരുന്ന ജീവിത പങ്കാളികളെ കണ്ടെത്തി വിവാഹം കഴിപ്പിച്ചതും മൂത്ത മകനായതുകൊണ്ട് അച്ഛൻ തന്നെയാണ് മുൻകൈയെടുത്ത് സ്വത്ത് ഭാഗം വച്ചില്ലെങ്കിലും തറവാട് മനോജിനുള്ളതാണെന്ന് ഉറപ്പിച്ചതും. സനുവിന് ഏതായാലും വീട് വെക്കണമല്ലോ, അവൻ ഇഷ്ടമുള്ളിടത്ത് വെക്കുകയോ വാങ്ങുകയോ ചെയ്യട്ടെ എന്ന് പറഞ്ഞതും. അങ്ങനെ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് സനുവും ഭാര്യയും കൂടി എറണാകുളത്ത് നല്ലൊരു വീട് സ്വന്തമാക്കി. കഴുത്തിലെയും കയ്യിലെയും പൊന്ന് വിറ്റ് തറവാട് ഒന്നുകൂടി പുതുക്കി പണിത് ഒരു മുറിയും പുതിയൊരു അടുക്കളയും ഞങ്ങളും പണി കഴിപ്പിച്ചു. കുറച്ചു നാളുകൾ കഴിഞ്ഞ് അച്ഛൻ മരിച്ചതോടെ സനുവും കുടുംബവും ഇങ്ങോട്ടേക്കുള്ള വരവ് മാസത്തിലൊരിക്കലും പിന്നീടത് വിശേഷങ്ങൾക്കും ആക്കിയിരുന്നു. അമ്മയ്ക്ക് വയ്യ, നെഞ്ചരിച്ചിലാണ് എന്നല്ലേ നീ പറഞ്ഞത്? അവിടെ പോയാൽ ആ കുട്ടി നീ ചെയ്യുന്ന പോലെ അമ്മയുടെ പാകത്തിനൊക്കെ ഭക്ഷണമുണ്ടാക്കി കൊടുക്കുമോ? അല്ല, ഇവിടെയുള്ള സമയത്ത് 2ാമത്തോൾക്കൊന്നും അറിയില്ല. പിന്നെയും ഭേദം ഗീതു ആണെന്ന് നാഴികയ്ക്ക് 40 വട്ടം എന്നെ കാണുമ്പോഴൊക്കെ പറയുന്നത് കൊണ്ട് ചോദിച്ചതാ. അമ്മ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തോളും സുദേച്ചി. ഇവിടെ ആകുമ്പോഴേ അമ്മയ്ക്ക് പരാതിയുള്ളൂ. സമയത്തിന് കിട്ടിയില്ല, എരിവ് കൂടി, ഉപ്പ് കുറഞ്ഞു, ചോറ് വേവ് കൂടിപ്പോയി എന്നൊക്കെ. ഒഴുക്കൻ മട്ടിൽ ഞാൻ മറുപടി പറഞ്ഞു. എൻ്റെ ഉത്തരത്തിലെ നിസ്സംഗത കേട്ടിട്ടാവണം ഇടവഴികളിലെല്ലാം ഇരുട്ട് പരന്നു തുടങ്ങിയെങ്കിലും അവരെൻ്റെ കയ്യിൽ വലിച്ച് എന്നെ പിടിച്ചു നിർത്തി. എന്താ കുട്ടിയെ, എന്താ കാര്യം? ആകെ ഒരു ഉന്മേഷക്കുറവുണ്ടല്ലോ. കുറച്ചു നാളായി ഞാനും ശ്രദ്ധിക്കുന്നു. മിനിഞ്ഞാന്ന് ഞാൻ ചോദിക്കണമെന്ന് കരുതിയതാ. ചെവി തുളഞ്ഞു പോകുന്ന ചീവീടുകളുടെ ശബ്ദമാണ് പുറത്ത്. മനസ്സിനകത്തും അസ്വസ്ഥതയോട് ചീവീടുകൾ മൂളുന്നുണ്ട്. വിശദീകരിക്കാനുള്ള മാനസികാവസ്ഥ അല്ലാതിരുന്നിട്ടും ഉള്ളിലെ ഈ എരിപൊരി സഞ്ചാരം സുദേച്ചിയോടെങ്കിലും മനസ്സ് തുറന്ന് സംസാരിക്കാതെ എനിക്കും സമാധാനമുണ്ടാകില്ലെന്ന് വ്യക്തമാണ്. കുറച്ച് ദിവസമായി വീട്ടിലിത് പുകഞ്ഞു തുടങ്ങിയിട്ട്. എൻ്റെ കൂടെ നടന്നിട്ടും എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളും മകളുടെ വിശേഷങ്ങളും പങ്കുവച്ചിട്ടും ഇത് തീർത്തും കുടുംബകാര്യമായതുകൊണ്ട് മാത്രം സുദേച്ചിയെ അറിയിച്ചിരുന്നില്ല. മനോജേട്ടൻ്റെ കയ്യിലുള്ള കരുതലും അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം തറവാട്ട് വീടിനോട് ചേർന്ന് അച്ഛൻ 5 സെൻറ്റ് സ്ഥലം വിറ്റ പണവും വിദ്യയുടെ ആഭരണങ്ങളും പണയം വെച്ച പൈസയും ചേർത്താണ് സനു വീട് സ്വന്തമാക്കിയത്. അല്ല, ഞങ്ങളോട് പറഞ്ഞത് അങ്ങനെയായിരുന്നു.
എന്നാൽ പിന്നീടാണ് അറിഞ്ഞത് അന്നത്തെ പൈസ എടുത്ത് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് വീട് ബാങ്ക് ലോൺ ആക്കിയിരുന്നുവെന്ന്. ബിസിനസ്സിന്റെ നഷ്ടം വന്നതോടെ സ്വാഭാവികമായും വീടിന്റെ ലോണടവ് മുടങ്ങി. പലതവണയായി തിരിച്ചടവിന് നോട്ടീസ് വന്നിട്ടും അടയ്ക്കാൻ സാധിച്ചില്ല. ഒടുവിൽ 15 ദിവസത്തിനുള്ളിൽ മുതലിലേക്കും പലിശയിലേക്കും അടച്ചില്ലെങ്കിൽ ജപ്തി നടപടികളുമായി മുൻപോട്ട് പോകുമെന്ന് ബാങ്ക് അറിയിച്ചപ്പോൾ വീണ്ടും അനിയനും ഭാര്യയും കണ്ണുനീരും കൈയുമായി എത്തി. തറവാടിന്റെ ആധാരം ഈടുവെച്ച് കുറച്ചു പൈസ എങ്ങനെയെങ്കിലും ഏട്ടൻ ലോൺ എടുത്ത് കൊടുക്കണം. പ്രാരാബ്ദങ്ങളും വിഷമങ്ങളും നിരത്തി അമ്മയോട് ആവശ്യം ഉന്നയിച്ചതും അമ്മ സമ്മതം മൂളി. മനോജിനോട് കാര്യം അവതരിപ്പിച്ചു. നിലയില്ലാ കയത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഇനിയുള്ള വഴി കുഞ്ഞിനെയും കൂട്ടിയുള്ള ആത്മഹത്യ മാത്രമാണെന്നുള്ള വിദ്യയുടെ പൊട്ടിക്കരച്ചിലും അനിയന്റെ മുഖം താഴ്ത്തിയുള്ള നിൽപ്പും മനോജിന് സമ്മതം മൂളാൻ താമസമുണ്ടായില്ല. കൂടപ്പിറപ്പുകളെ മക്കളെ പോലെയല്ല ആ മകൻ അച്ചുവിനൊപ്പമുള്ള സ്വന്തം മക്കളായി തന്നെയാണ് താൻ കാണുന്നത്. അതുകൊണ്ട് എതിരഭിപ്രായമൊന്നും അരുതെന്ന് എന്നോട് നേരത്തെ അറിയിച്ചു. അന്ന് 2 വീടിന്റെയും മുകളിലും കടം വരുത്തുന്നതിലും നല്ലത് ആ വീട് വിറ്റ് ബാധ്യത തീർക്കുന്നതല്ലേ? തറവാട് വിൽക്കുന്നതിലും നല്ലത് തന്നെയാണ് പുതിയ വീട് വിറ്റ് ബാങ്കിലെ ലോൺ അടച്ച് ബാക്കി വന്ന പണം വേറെ എവിടെയെങ്കിലും കുറച്ച് സ്ഥലമായി വാങ്ങിയിടുന്നതെന്ന് ഞാൻ പറഞ്ഞതാണ് സുധേച്ചി. പക്ഷേ ഇതെൻ്റെ വീടാണ്. ഈ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കാൻ ഞാനിവിടെ ജീവനോടെയുണ്ട്. നീ നിന്റെ വീടാകുമ്പോൾ തീരുമാനമെടുത്താൽ മതിയെന്നാണ് അമ്മ എന്നോട് പറഞ്ഞത്. അന്നാണ് ഞാനിവിടെ അഭിപ്രായ സ്വാതന്ത്ര്യമില്ലാത്ത ഒരുവളാണെന്ന് തീർച്ചപ്പെടുത്തിയത്. പുലർച്ചെ എഴുന്നേറ്റ് വീട്ടിലുള്ളവർക്കായി ഉച്ചക്കത്തേക്കുള്ളതും കൂടി പാചകം ചെയ്ത് ഒരുക്കി വെച്ച് ജോലിക്ക് പോകുന്ന ഞാൻ വൈകുന്നേരം മടങ്ങി ചെന്നിട്ട് വേണം രാത്രിയിലേക്കുള്ള അരിയിടാൻ. പോട്ടെ, വൈകിട്ട് ഒരു ഗ്ലാസ് ചായ ഇടണമെങ്കിൽ പോലും അമ്മ ഇടില്ല. വയ്യായികയാണ്. ഞാൻ വരാൻ കാത്തിരിക്കും. ബസ് കിട്ടാൻ വൈകുകയോ വീട്ടിലെത്താൻ വൈകുകയോ ചെയ്താൽ തൊണ്ട വരണ്ട് പൊട്ടാറായി. ഉദ്യോഗക്കാരി മരുമകൾ ഉണ്ടായാൽ ഇങ്ങനെയാണെന്ന് ഇടയ്ക്കിടെ എണ്ണിപ്പിറക്കും. മനോജേട്ടനുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഒരു അസുഖവുമില്ല. വീട്ടിലെത്തിയാൽ പിടഞ്ഞാണ് ഞാൻ ജോലി തീർക്കുന്നത്. അതിനിടയിൽ മോന് സ്കൂളിലേക്കുള്ളത് എഴുതാനും പഠിക്കാനും സഹായിക്കണം. അമ്മയുടെ കാൽവേദനയ്ക്ക് ധന്യന്തരം കുഴമ്പ് തേച്ച് പിടിപ്പിച്ച് ചൂട് പിടിക്കണം. പിറ്റേന്നത്തേക്കുള്ള പ്രാതലിനുള്ള അരി ആട്ടി വയ്ക്കണം. ഫ്രിഡ്ജിൽ വച്ച കറി അടുത്ത ദിവസത്തേക്ക് തൊടില്ല അമ്മ. ഇതെല്ലാം ചെയ്തു കൊടുത്താലും എനിക്കൊന്ന് വയ്യാതായാൽ ഒരു തരിമ്പ് പോലും അമ്മ ഇളകില്ല. ഒരുപാട് പ്രശ്നങ്ങളും ബാധ്യതകളും കൂടെ മര്യാദയ്ക്ക് ശമ്പളവും കിട്ടാതെ ആ മനുഷ്യൻ നെട്ടോട്ടം ഓടുകയാണ്. ഇനി ഞാനായിട്ട് ടെൻഷൻ കൊടുക്കേണ്ടെന്നോർത്ത് മനോജേട്ടനോട് പരാതി പറയാറില്ല ഞാൻ. ഇതെല്ലാം നീ എന്നോട് പറയുമ്പോഴെല്ലാം ഞാൻ പറയാറില്ലേ, പ്രതികരിക്കേണ്ടടുത്ത് അത് ചെയ്തില്ലെങ്കിൽ ഈ നുകവും വലിച്ച് ഉഴവ് കാളയായി നിന്റെ ജീവിതം തീരുമെന്ന്. സുധേച്ചി സമാധാനമല്ലേ വലുത്. അത് കരുതി എത്ര ക്ഷീണമുണ്ടെങ്കിലും എന്നെക്കൊണ്ട് ഒക്കുന്ന പോലെയൊക്കെ ഞാൻ ചെയ്യും. എന്നിട്ടുമുള്ള കുറ്റപ്പെടുത്തൽ സഹിക്കാൻ വയ്യ. ഇന്നലെ സനുവിനെ മനോജേട്ടനാണ് വിളിച്ചു വരുത്തിയത്. തറവാടിൻ്റെ മേൽ ലോൺ എടുക്കുമ്പോൾ അവൻ അടച്ചോളാമെന്ന് ഉറപ്പ് തന്നതാ. ഓരോ തവണയും അവൻ ഓരോ കാരണങ്ങൾ തന്ന് മനോജേട്ടനെ കൊണ്ട് പൈസ അടപ്പിക്കും. ആദ്യമെല്ലാം ഒന്നും മിണ്ടാതെ അടച്ചുകൊണ്ടിരുന്ന ആൾ പിന്നെ അടച്ചില്ല. ഞാനൊട്ട് ചോദിക്കാനും പോയില്ല. അവരുടെ വീടായി, അവരായി. അഭിപ്രായം പറയാൻ ഞാനാര്? ഇന്നലെ ജപ്തി നോട്ടീസ് വന്നിട്ടുണ്ട്. അതും കയ്യിൽ വെച്ചാ മനോജേട്ടൻ അവനോട് സംസാരിക്കാനിരുന്നത്. അവൻ്റെ വീടിൻ്റെ അടച്ചു തീരാത്ത ലോണും പെണ്ണിൻ്റെ പൊന്നു പണയം വെച്ചത് എടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഭാര്യ വീട്ടിൽ പോകാൻ പറ്റാത്തതും മാത്രമാണ് അവൻ്റെ തലവേദന. കോരിച്ചൊരിയുന്ന മഴ പോലെ തകർത്ത് പെയ്യുന്ന എന്നെയും നോക്കി സുധേച്ചി നെഞ്ചിൽ കൈവച്ച് നിന്നു. തീർന്നില്ല സുധേച്ചി. തറവാട് കിട്ടിയ പൈസയ്ക്ക് വിറ്റ് ബാങ്കിലെ കട തീർക്കാൻ അവൻ്റെ വക ബുദ്ധി. കൂടാതെ ബാക്കിയുള്ള പണം 3 മക്കൾക്കുമായി തുല്യമായി പങ്കുവച്ചാൽ തലവേദനയില്ലല്ലോ എന്ന്. ഏട്ടന് വേറെ വീട് വയ്ക്കുന്നതും അവരെ വേണമെങ്കിൽ അവൻ്റെ കൂടെ താമസിപ്പിക്കാമല്ലോ നല്ല മനസ്സുണ്ട്. അല്ലെങ്കിൽ അവനായി ലോൺ എടുത്ത പൈസ ഞങ്ങൾ അടച്ച് തറവാട് വീണ്ടെടുക്കണം. എന്നിട്ട് അവനും സംഗീതയ്ക്ക് കൊടുക്കാനുള്ളത് കൊടുത്താൽ അവന് സ്വന്തം വീടിൻ്റെ കടം കുറച്ച് തീർക്കുകയും ചെയ്യാമെന്ന് മുഷിഞ്ഞ് സംസാരിച്ച മനോജേട്ടനോട് കടം കയറി തറവാട് ബാങ്ക് കൊണ്ടുപോകുന്നതിലും നല്ലതല്ലേ അവൻ പറഞ്ഞത്. നിങ്ങൾക്ക് രണ്ടാൾക്കും ജോലി ഉള്ളത് കൊണ്ട് ടെൻഷൻ ഇല്ലല്ലോ. ഇനി ഇതിലും നല്ല വീട് വയ്ക്കാമല്ലോ എന്ന്. അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദങ്ങളും കണക്കുകളും. ഒന്നും മിണ്ടാതെ ഞാൻ ഇരുന്ന് കേട്ടു. വഴക്കിനൊടുവിൽ അമ്മ അവൻ്റെ കൂടെ എറണാകുളത്തേക്ക് പോയി. രാവിലെ മനോജേട്ടൻ എന്നോട് പറഞ്ഞത് മാസാവസാനം കിട്ടുന്ന ശമ്പളമല്ലാതെ കയ്യിലൊരു നീക്കിയിരിപ്പുമില്ല. അതുകൊണ്ട് നമുക്കൊരു വാടക വീടെടുത്ത് മാറാമെന്നാണ്. അതിനും ഞാൻ ഒന്നും മറുപടി നൽകിയില്ല. ബാഗിനുള്ളിൽ കിടന്ന ഫോൺ അടിക്കാൻ തുടങ്ങിയതും ഞാൻ പെട്ടെന്ന് ബാഗ് തുറന്ന് കോളെടുത്തു. അച്ചുവാണ്. വീട്ടിൽ അവൻ തനിച്ചേ ഉള്ളൂ. അമ്മ എന്താണ് വൈകുന്നതെന്ന് അറിയാൻ വിളിച്ചു നോക്കിയതാണ്. സുധേച്ചിയോട് ബാക്കി പിന്നെ പറയാമെന്ന് യാത്ര പറഞ്ഞ് ഞാൻ വീട് ലക്ഷ്യം വെച്ച് വേഗം നടന്നു. നെഞ്ചിനുള്ളിലെ സങ്കടം കണ്ണികൾ എരിഞ്ഞു നിറയുന്നു. തൊണ്ടക്കുഴികളിൽ ഒരു പൊട്ടിക്കരച്ചിലിൻ്റെ ചീള് കുപ്പിച്ചില്ല് പോലെ കുത്തി നോവിക്കുന്നുണ്ട്. വീട് പുതുക്കി പണിയാനും വീട്ടു ചെലവുകൾക്കും എന്തെല്ലാമാണ് ചെയ്തത്. എല്ലാം ഒരു ജലരേഖയായി മാഞ്ഞിരിക്കുന്നു. വാക്കാൽ പറഞ്ഞിട്ടേ ഉള്ളൂ. ആധാരം നടത്തിയിട്ട് പോരെ ഇതിനു മുകളിൽ പൈസ ഇറക്കുന്നതെന്ന് എൻ്റെ അച്ഛൻ എന്നോട് ചോദിച്ചതാണ്.
അന്ന് ഞാനടക്കം മനോജേട്ടനൊപ്പം നിന്നു. മനോജിൻ്റെ അച്ഛൻ ബോധമില്ലാതെ എന്തെങ്കിലും പറഞ്ഞതാകും. സ്വത്ത് 3 മക്കൾക്കും ഒരേപോലെ വീതം വെക്കണമെന്നാണ് എന്നോട് പറഞ്ഞതെന്ന് അമ്മ അടിവരയിട്ടു. തറവാട് വാങ്ങാൻ ആളെ കണ്ടെത്തിയതും ബാങ്കിൽ നിന്നും ആധാരമെടുക്കാൻ അയാളിൽ നിന്ന് പണം അഡ്വാൻസായി വാങ്ങിയതുമെല്ലാം സനുവാണ്. ലോൺ അടച്ചു തീർത്ത ശേഷം അയാളുടെ പേരിലേക്ക് തറവാട് എഴുതി കൊടുത്ത് ബാക്കി വന്ന കാശ് 4ആയി പങ്കുവയ്ക്കാൻ അമ്മ ആവശ്യപ്പെട്ടു. അതിൽ അമ്മയുടെ പങ്കിൽ നിന്ന് 3 ലക്ഷം രൂപ മനോജേട്ടനും ബാക്കി അമ്മയുടെ പേരിൽ ബാങ്കിലും ഇടാൻ അമ്മ പറഞ്ഞെങ്കിലും ആ പൈസ വാങ്ങാൻ മനോജേട്ടൻ കൂട്ടാക്കിയില്ലെന്ന് മാത്രമല്ല, ഈ വക കാര്യങ്ങളിലൊന്നും മനോജേട്ടൻ ഇടപെട്ടില്ല. പ്രതീക്ഷിക്കാതെ കിട്ടിയ പ്രഹരമാണ്. തളരരുതെന്ന മന്ത്രമോദി അദ്ദേഹത്തിൻ്റെ കൂടെ നിഴലായി ഞാൻ ഉണ്ടായിരുന്നു. പക്ഷെ തളർന്നു വീഴാതെ എനിക്ക് ജീവശ്വാസം എടുക്കാൻ സുദേച്ചിയായിരുന്നു ആകെയുള്ള ആശ്രയം. സങ്കടങ്ങളും ആശങ്കകളും ഞാൻ വീണ്ടും വീണ്ടും സുദേച്ചിയോട് ചിലമ്പിക്കൊണ്ടിരുന്നു. സുദേച്ചിയെപ്പോലെ ഒരു കേൾവിക്കാരി ഇല്ലായിരുന്നുവെങ്കിൽ ആ ഇരുട്ടിൽ വരാനാവാത്ത വിധം ഞാൻ ഒറ്റപ്പെട്ടു പോകുമായിരുന്നു. വാടക വീട്ടിലേക്ക് മാറിയിട്ടും അമ്മ ഒരു തവണ പോലും ഞങ്ങളെ കാണാൻ വന്നില്ല. ഞങ്ങളും പോയില്ല. അടിവേര് മാത്രം നിർത്തി മുറിച്ചു കളയേണ്ട മരം വീണ്ടും പൂത്ത് തളർത്ത പോലെ ഉയർത്തെഴുന്നേൽപ്പ് ഞങ്ങൾക്കും ആവശ്യമായിരുന്നു. ഓരോ മാസവും ശമ്പളത്തിൽ നിന്ന് മിച്ചം പിടിച്ചും അനാവശ്യ ചിലവുകൾ ഒഴിവാക്കിയും അടച്ചുകൊണ്ടിരുന്ന KSFE ചിട്ടിയുടെ നറുക്ക് വീണപ്പോൾ സുദേച്ചിയും എൻ്റെ അച്ഛനുമായിരുന്നു അവരുടെ പേരിലുള്ള സ്വത്തിൻ്റെ ഈട് നൽകി ആ പൈസ എടുക്കാൻ സഹായിച്ചത്. മനോജേട്ടൻ്റെ കയ്യിലുണ്ടായിരുന്ന പൈസയും ചിട്ടിപ്പണവും എൻ്റെ അച്ഛൻ സഹായിച്ചതുമെല്ലാം ചേർത്ത് ഗേറ്റിനരികെ പാരിജാതം പൂത്തു നിൽക്കുന്ന ഒരു ചെറിയ വീട് വാങ്ങുമ്പോൾ ഒന്നേ ഞാൻ മനോജേട്ടനോട് നിർബന്ധമായി ആവശ്യപ്പെട്ടുള്ളൂ. നമ്മുടെ 2 പേരുടെയും പേരിൽ വേണം വീടെടുക്കാൻ. നാളെ ഇതും നിന്റെ വീടല്ലെന്ന് പറഞ്ഞ് എൻ്റെ സ്വാതന്ത്ര്യത്തിന് അതിരുതിരിക്കാനും ഇറക്കി വിടാനും ഒരാൾ മുതിരരുതെന്ന്. അതിനി അമ്മയോ ഭർത്താവോ മക്കളോ ആരായാലും. രക്തബന്ധത്തിനേക്കാൾ തീവ്രതയേറിയൊരു ബന്ധമായി സ്വപ്നത്തിലേക്കുള്ള ഓരോ പടവിലും എന്നോടൊപ്പം സുദേച്ചിയും ഉണ്ടായിരുന്നു. പുതിയ വീട് വൃത്തിയാക്കാനും മുറ്റം നിറയെ എനിക്കിഷ്ടപ്പെട്ട ചെടികൾ നട്ടുപിടിപ്പിക്കാനും ലീവ് എടുത്ത സുദേച്ചിയും എനിക്കൊപ്പം സഹായത്തിനു കൂടി. ഗേറ്റിനരികെ പൂത്തു നിൽക്കുന്ന പാരിജാതം വീടിനകവും ഞങ്ങളുടെ മനസ്സും നിറയെ പരിമളം പലർത്തുന്നുണ്ട്. നിറഞ്ഞ മനസ്സോടെ വാടക വീട്ടിൽ നിന്നും ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കൊണ്ടുവന്ന ഓരോ സാധനങ്ങളും അടുക്കളയിലെ ഷെൽഫുകളിൽ ഒതുക്കിപ്പെറുക്കി വെച്ച് ഞാനും സുദേച്ചിയും നിൽക്കുന്നിടത്തേക്കാണ് കട്ടിലും സോഫയും അടക്കമുള്ള സാധനങ്ങൾ കൊണ്ടുവരുന്ന മിനിലോറിക്ക് ഫോണിലൂടെ വഴി പറഞ്ഞു കൊടുത്തത് മനോജേട്ടൻ എത്തിയത്. അതേ മെയിൻ റോഡിൽ നിന്നും 3ാമത്തെ വളവിലല്ലേ അത് തിരിഞ്ഞാൽ ഉടൻ കാണുന്ന ഇളം നീല പെയിൻ്റ് അടിച്ച 14-ാം നമ്പർ വീട്. മതിലിന് മുകളിൽ ഗീതം എന്നെഴുതിയ ബോർഡുണ്ട്. പഠിപ്പോ ജോലിയോ മാത്രമല്ല, എൻ്റെ ശബ്ദത്തിന് കടിഞ്ഞാണിടാത്ത, എൻ്റെ അവകാശങ്ങളും ചോദ്യം ചെയ്യാത്ത ഒരിടം. അതും പെണ്ണിനാവശ്യമാണ്. അഭിമാനവും സന്തോഷവും ഇടകലർന്ന് കൺകോണിൽ ഉരുണ്ടുകൂടിയ നീർമുത്തുകൾ പൊഴിഞ്ഞു വീഴാൻ തുടങ്ങിയതും ചൂണ്ടുവിരലാൽ അത് തട്ടിത്തെറിപ്പിച്ച് തിളക്കമുള്ള എൻ്റെ കണ്ണുകളിലേക്ക് നോക്കി മനോജേട്ടൻ ഇതിനി ഇവിടെ അരുതെന്ന് തലയാട്ടി. ഇത്തരത്തിലുള്ള മനോഹരമായ കഥകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.